മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചു. മകരവിളക്ക് മഹോത്സവത്തിന് നട തുറന്ന ശേഷം ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. 1,05,680 സ്വാമിമാരാണ് ഇന്നലെ ദർശനം നടത്തിയത്. പമ്പ മുതൽ സന്നിധാനം വരെ ഇന്നും നീണ്ട ക്യൂവാണ്. സന്നിധാനത്ത് നിന്നും ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ഇപ്പോൾ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്നലെ മാത്രം 1,05,680 പേരാണ് ദർശനത്തിനായി എത്തിയത്. അതായത് ഇവിടെ സന്നിധാനത്ത് തൊഴുതു മടങ്ങാനായി നിരവധി ഭക്തരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മകരവിളക്ക് സമയം കൂടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിൽ, അതായത് ഡിസംബർ 30-നാണ് മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമല നട തുറന്നത്. അതിനുശേഷം ഏകദേശം 6 ലക്ഷത്തോളം ഭക്തരാണ് ഇവിടെ തൊഴുത് മടങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ വലിയൊരു നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. അതായത് കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വരും ദിവസങ്ങളിലും അത് തുടരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മകരവിളക്ക് മഹോത്സവം അടുക്കുന്തോറും കൂടുതൽ ഭക്തർ എത്താൻ തന്നെയാണ് സാധ്യത. അതായത് 1 ലക്ഷത്തിൽ കൂടുതൽ ഭക്തരാണ് ഇപ്പോൾ ഓരോ ദിവസവും എത്തിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ മകരവിളക്കിനോട് അനുബന്ധിച്ച് തൊട്ടടുത്ത ദിവസം, അതായത് ജനുവരി 14-നാണ് മകരവിളക്ക്. തങ്കയങ്കി ഘോഷയാത്ര 12-ാം തീയതി ആരംഭിച്ച് അത് 14-ന് സന്നിധാനത്ത് എത്തും. ആ സമയം ആകുമ്പോഴേക്കും കൂടുതൽ ഭക്തർ എത്താനുള്ള സാധ്യതയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഒക്കെ തന്നെ വേണ്ടിവരും. ഇപ്പോഴും കൃത്യമായ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പല ഇടങ്ങളിലും ഇല്ല എന്നുള്ളതാണ് വസ്തുത. പല സമയങ്ങളിലും നിയന്ത്രണം പാളുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഭക്തർ ഇപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മണ്ഡലമാസ സീസൺ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും ഭക്തരുടെ പരാതിയിൽ ഇപ്പോഴും ഒരു മാറ്റമില്ല. അപ്പോൾ നിയന്ത്രണം അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും അത് അതേപടി തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഈ അവസാന സമയമായിട്ടും ഇപ്പോഴും ഭക്തർ പരാതികൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാതികളൊക്കെ പറയുന്നത്. നമുക്കറിയാം, കുട്ടി സ്വാമിമാരുണ്ട്, അതോടൊപ്പം തന്നെ പ്രായമുള്ള സ്വാമിമാർ, മാളികപ്പുറം ഉണ്ട്, വ്യത്യസ്ത ശാരീരിക വൈകല്യമുള്ള സ്വാമിമാർ അടക്കം വരുന്നുണ്ട്. ഇവർക്കൊന്നും തന്നെ പലപ്പോഴും കൃത്യമായി ഇങ്ങോട്ട് എത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് അവർ ഈ സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇതൊന്നും തന്നെ പരിഹരിക്കാൻ ഇപ്പോഴും സന്നിധാനത്തോ അല്ലെങ്കിൽ ഇത് ക്രമീകരണം നടത്തുന്ന ഉദ്യോഗസ്ഥർക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾ ഇപ്പോഴും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മകരവിളക്കിനോടനുബന്ധിച്ച് കൂടുതൽ ഭക്തർ വരും ദിവസങ്ങളിലും എത്തും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അവലോകന യോഗവും തൊട്ടടുത്ത ദിവസം ഉണ്ടാകും. ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന അവലോകന യോഗം ഉണ്ടാകും. ഈ യോഗത്തിലായിരിക്കും ഏതൊക്കെ രീതിയിൽ ക്രമീകരണങ്ങൾ വേണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക. എന്തായാലും മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് വലിയ തിരക്കാണ് ഇപ്പോൾ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. സന്നിധാനത്ത് നിന്ന് ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.